അഖിൽ, അതെ, ഞാൻ കുറച്ചു കാലം മുമ്പ് ഒരു ഇന്റർവ്യൂ ഉണ്ട്, നമ്മുടെ ജിസ്റ്റോയി ഉണ്ടല്ലോ, ഫീൽ ഗുഡ് സിനിമകളുടെ ആള്. പുള്ളി ഒരു ഇന്റർവ്യൂവിൽ ഒരു സിനിമക്കാരനെ കുറിച്ച് പറയുന്നുണ്ട്. സിനിമ ഏതാന്ന് പുള്ളി പറയുന്നില്ല, കേട്ടവർക്ക് വേണേൽ മനസ്സിലാക്കിയെടുക്കാൻ, ഞാനും ഇപ്പോൾ പറയുന്നില്ല. പുള്ളി പറയുന്നത് ആ സിനിമയുടെ പ്രൊഡ്യൂസർക്ക് ഡയറക്ടർ കൊടുത്ത ബഡ്ജറ്റിന്റെ ഇരട്ടിക്ക് മുകളിലായി. എന്നിട്ട് ആ സിനിമ റീഷൂട്ടും ചെയ്തു. അത് കഴിഞ്ഞ് തിയേറ്ററിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് ഇറക്കിയതിന്റെ 10 കാശ് പോലും കിട്ടിയില്ല. സംവിധായകനോട് പോയി ഇതിനെക്കുറിച്ച് സംവിധായകനോട് പ്രൊഡ്യൂസർ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത്, ഞാനും എൻ്റെ അസിസ്റ്റൻസും ഹാപ്പിയാണ്, അത്രേ ഉള്ളൂ പുള്ളിയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ഇത് കേട്ടപ്പോൾ എനിക്ക് പഴയൊരു സംവിധായകനെ ഓർമ്മ വന്നു. പുള്ളിയുടെ ഇൻ്റർവ്യൂവിൽ പുള്ളി പറയുന്നുണ്ട്, പുള്ളിയുടെ ചില പരാജയ ചിത്രങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ പുള്ളി പറയുന്നുണ്ട്, നല്ലൊരു കലാസൃഷ്ടി ആസ്വദിക്കപ്പെടുന്നത് ചിലപ്പോൾ 30-40 വർഷം കഴിഞ്ഞിട്ടായിരിക്കുമെന്ന്. പുള്ളി അന്ന് പറഞ്ഞ കാര്യം എത്ര റെലവൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്, ഇപ്പം തോന്നുന്നത്. കാര്യം ഈ പറയുന്ന സംവിധായകൻ പത്മരാജനാണ്. അദ്ദേഹം മരിച്ചിട്ട് 34 വർഷമാണ്. നമ്മളിപ്പോഴും അദ്ദേഹത്തിൻ്റെ സിനിമകളെക്കുറിച്ചും വർക്കുകളെക്കുറിച്ചും സംസാരിക്കുകയാണ്. ഞാൻ ആലോചിക്കുക, അന്ന് പുള്ളി പറഞ്ഞത് ഇപ്പോഴും എത്ര റിലവൻ്റ് ആണ് പുള്ളിയുടെ സിനിമകളും പുള്ളിയുടെ വാക്കുകളും എന്ന്. എന്താ തോന്നുന്നത് പുള്ളിയെക്കുറിച്ച്? തീർച്ചയായിട്ടും. കാരണം ഞാൻ ഈ അടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽസ് കണ്ടപ്പം നമ്മുടെ ആട്ടം എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകൻ ആനന്ദ് ഏകർഷി തൂവാനത്തുമ്പികളിനെ കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. അപ്പൊ പുള്ളി പറയുന്നത്, പുള്ളിക്ക് ജീവിതത്തിൽ എപ്പോൾ സ്ട്രെസ് വന്നാലും എന്തൊക്കെ വികാരങ്ങളിലൂടെ പുള്ളി കടന്നുപോയി കഴിഞ്ഞാലും പുള്ളി കാണുന്ന ഒരു ചിത്രം തൂവാനത്തുമ്പികളാണെന്നാണ് പറയുന്നത്. അപ്പൊ തൂവാനത്തുമ്പികൾ ഇന്നും പറക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിസ്സംശയം നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ്. തൂവാനത്തുമ്പികൾ ഇന്നും പറക്കുന്നുണ്ട്. കാരണം ഞാനിപ്പം ഇങ്ങോട്ട് ഷെറിനെ കാണാൻ വരുന്നതിന് മുമ്പ് ഊബറിൽ ഇരുന്നപ്പോഴത്തേക്കും ഒരു മലയാളി ഡ്രൈവറായിരുന്നു. അപ്പം ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ചിത്രം മലയാളത്തിൽ ഏതാണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞത് തൂവാനത്തുമ്പികളാണെന്നാണ്. അപ്പം എല്ലാ തലമുറകളിൽപ്പെട്ട ആൾക്കാരും ഇന്നും ആഘോഷിക്കപ്പെടുന്ന ഒരു ചിത്രമാണ് തൂവാനത്തുമ്പികൾ. പിന്നെ ഈ ആനന്ദ് ഏകർഷിയുടെ ആട്ടം എന്ന് പറയുന്ന ഒരു സിനിമയെ കുറിച്ച് പറയുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയിൽ വളരെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടാണ് റേപ്പ് ചിത്രീകരിക്കുന്നത്. അതായത് റേപ്പില് പലപ്പോഴും സംവിധായകർ കാണുന്ന ഒരു പാളിച്ച എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരെപ്പോഴും വിക്ടിമിന് ഒരു ദോഷമുണ്ടാകുന്ന രീതിയിലാണ് ചിത്രീകരിക്കുന്നത്. അവിടെ ഒരു വില്ലൻ അത് അത് ചെയ്യപ്പെടുന്ന ആൾ അത് ആസ്വദിക്കുന്നത് ഉള്ള രീതിയിൽ. പക്ഷെ ആട്ടം എന്ന് പറയുന്ന ഒരു സിനിമയാണ് ആ കീഴ്വഴക്കം ലംഘിച്ച് അവിടെ നമ്മൾ ആരാണ് അവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതെന്ന് നമ്മൾ കണ്ടെത്തുന്നില്ല. എനിക്ക് തോന്നുന്നു ഇത് റെഫറൻസ് ആയിട്ട് വന്നിരിക്കുന്നത് നമുക്ക് പാർക്കാൻ മുന്തിരി തോപ്പുകൾ എന്ന് പറയുന്ന പത്മരാജൻ ചലച്ചിത്രത്തിൽ നിന്നായിരിക്കും. കാരണം ആ സിനിമയില് അവിടെ സോഫിയ വളർത്തച്ഛനാല് ഉപദ്രവിക്കപ്പെടുന്നുണ്ടെങ്കിലും നിമിഷ നേരം കൊണ്ടാണ് അത് മോഹൻലാല് അവരെ സ്വീകരിക്കുന്നത്, യാതൊരുവിധ സംശയമില്ലാതെ. അപ്പം എനിക്ക് തോന്നുന്നു കാലത്തിന് മുൻപേ സഞ്ചരിച്ച ഒരു ജീനിയസ് തന്നെയാണ് പത്മരാജ്. നമ്മളിപ്പോ തൂവാനത്തുമ്പികളുടെ കാര്യം പറയുമ്പോൾ ചില സിനിമകൾ ഹിറ്റാകും, ചിലത് നമുക്ക് ഇഷ്ടപ്പെടും, ചിലത് കൾട്ടായിട്ട് മാറും. ഞാൻ മുമ്പ് എപ്പോഴോ കണ്ടൊരു വീഡിയോയിൽ ചില ഫേമസ് സിനിമകളെ കുറിച്ച് അവർ സംസാരിക്കുകയാണ്. അപ്പോൾ ഈ തൂവാനത്തുമ്പികളിലെ ഒരു ചെറിയ പോർഷനെ കുറിച്ച് അവർ പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് പറയുന്ന ഡയലോഗ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. മഴ പെയ്യുമ്പോൾ അവളെ ഓർമ്മ വരും, പുതുമഴയുടെ ഗന്ധമുള്ള അവൾ ക്ലാര. ഇപ്പോഴും ആ മഴ ക്ലാര എന്ന് പറയുന്നത് 35 അല്ലെങ്കിൽ 36 വർഷത്തിന് മുകളിലായി കഴിഞ്ഞിട്ടും ആളുകൾ ഇപ്പോഴും ആ ഒരു കാര്യത്തിനോട് റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സിനിമ സൂപ്പർ ഹിറ്റ് ആകുന്നതല്ല, മനുഷ്യന്റെ മനസ്സിൽ പതിഞ്ഞു പോകുന്നു, ജനറേഷൻസ് കഴിഞ്ഞാലും പതിഞ്ഞു പോവുക എന്ന് പറയുന്നത്, അത് സാധിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. പത്മരാജൻ എന്ന ജീനിയസിന്റെ ഒരു കയ്യൊപ്പ് തന്നെയാണ്. തന്നെയല്ല, ഇപ്പം ഷെറിനെ അത് പറഞ്ഞപ്പോഴാണ് ഓർക്കുന്നത്, ഞാൻ ആദ്യമായിട്ട് തൂവാനത്തുമ്പികൾ കണ്ടത് ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. അത് കാണാൻ ഒരു കാരണമുണ്ട്. കാരണം തൂവാനത്തുമ്പികൾ സംപ്രേഷണം ചെയ്യുന്നതിന് മുൻപ് ഈ സുമലതയും മോഹൻലാലും ഒന്നിച്ചുള്ള പല രംഗങ്ങൾ, അതായത് ഒരു കൗമാരക്കാരന് കൗതുകം തോന്നിയേക്കാവുന്ന രീതിയിലുള്ള ചില രംഗങ്ങള് അത് സംപ്രേഷണം ചെയ്യുന്നതിന് മുൻപ് ഏഷ്യാനെറ്റിൽ ഇങ്ങനെ ക്ലിപ്പിംഗ് ആയിട്ട് കാണിച്ചു പോയി. അപ്പൊ ഞാനൊരു 14 വയസ്സുകാരൻ ഈ സീൻസ് എനിക്ക് കാണാമല്ലോ എന്ന് ഓർത്താണ് ഞാൻ അന്ന് ആ സിനിമ കണ്ടത്. പക്ഷെ അത് കണ്ടതിന് ശേഷം തിങ്കളാഴ്ച സ്കൂളിൽ പോയപ്പോഴത്തേക്കും ആദ്യം ചർച്ച ചെയ്ത ഷെറിൻ ഈ പറഞ്ഞ സീനാണ്. കാരണം അയാൾ മദർ സുപ്പീരിയറിന് എഴുതിയ ആ കത്ത്
എഴുതിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ ആ വീട് മുഴുവൻ കാണിച്ചുകൊണ്ടുള്ള ഒരു ഷോട്ടും അതിന്റെ കൂടെ മഴ പെയ്യുന്നതും അയാൾക്ക് മനസ്സിൽ ഇതായിരിക്കാം ക്ലാരയുടെ രൂപം എന്ന് പറയുന്ന ആ രംഗമുണ്ട്. അത് അവർണ്ണനീയമായിട്ടുള്ള ഒരു സൗന്ദര്യത്തോടു കൂടിയാണ് പത്മരാജൻ അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഒരു കൗമാരക്കാരന്റെ മനസ്സിന്റെ ഉള്ളിൽ പോലും പുള്ളി കൊടുക്കാൻ വെച്ചിരുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് പ്രണയം എത്ര മനോഹരമാണ് എന്നുള്ള ആ ഒരു സന്ദേശം. അവിടെയാണ് ആ മനുഷ്യൻ പ്രണയത്തെ എങ്ങനെ കാണുന്നു എന്നുള്ള ആ ഒരു ദീർഘവീക്ഷണത്തെ നമ്മൾ അഭിനന്ദിക്കാനുള്ളത്. ഇപ്പൊ ഈ സിനിമയുടെ കാര്യം പറഞ്ഞപ്പോൾ മഴയുടെ കാര്യം പറഞ്ഞു, നമ്മൾ വീണ്ടും വീണ്ടും മഴയുടെ കാര്യം പറയുക. ചില സിനിമകൾ കാണുമ്പോൾ നമുക്ക് വളരെയധികം അതിൻ്റെ അകത്ത് ഇൻവോൾവ് ആയി പോകും. ചില സിനിമ കാണുമ്പോൾ ഞാൻ ആ സ്ഥലത്തുള്ള പോലെ എനിക്ക് തോന്നാറുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു സിനിമ, ഒരു കന്നഡപ്പടമുണ്ട്, ഈ കരാള രാത്രി എന്ന് പറഞ്ഞൊരു കന്നഡപ്പടമുണ്ട്. അത് മലയാളത്തിലേക്ക് റീമേക്ക് ഒക്കെ ചെയ്തു വന്നിട്ടുണ്ട്. ആ സിനിമ കണ്ട് അതിന്റെ ക്ലൈമാക്സ് ആകുമ്പോൾ അവിടെ ഒരു തീപിടുത്തം നടക്കുന്നിടത്ത് ഞാൻ ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യും. അതേപോലെ ഇദ്ദേഹത്തിന്റെ ഈ സിനിമ, ഈ മഴ കാണിക്കുന്ന ആ സീനിൽ അത് കാണുമ്പോൾ ഈ ഞാൻ ഇരിക്കുന്ന മുറിയുടെ പുറത്ത് മഴ പെയ്യുന്ന പോലെ ഒരു ഫീലാണ്. അതേപോലെ തന്നെ എനിക്ക് ഈ പഴയ കാലത്തെ നമ്മുടെ നാടിന്റെ ഒരു രൂപമുണ്ട്. അതായത് ഈ ടാറിടാത്ത റോഡ്, ഈ മൺതിട്ട വെച്ചുള്ള കെർബ്, ഈ പലക വെച്ചുള്ള കടകള്, ചെറിയ ചായക്കട, ഇതുപോലത്തെ ഇതൊക്കെ വീണ്ടും കാണണമെന്നുണ്ട്. എന്റെ ചെറുപ്പത്തിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ പോയാൽ അതൊന്നും കാണാൻ പറ്റില്ല. എല്ലാം നമ്മുടെ സ്ഥലം എല്ലാം അഡ്വാൻസ് ആയി. പല മലയാള സിനിമകൾ എടുത്താലും ഇപ്പൊ കെ ജി ജോർജിന്റെ മേളയൊക്കെ എടുത്താലൊക്കെ നമുക്ക് ആ പഴയ കാലം കാണാം. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഈ കള്ളൻ പവിത്രൻ പോലെയുള്ള സിനിമകളൊക്കെ കാണുമ്പോൾ ആ അവിടെ പോയി നിൽക്കുന്ന പോലെ, അല്ലെങ്കിൽ ആ ആളുകളൊക്കെ നമ്മുടെ സൈഡിൽ കൂടെ നടന്നു പോകുന്ന പോലത്തെ ഒരു ഫീൽ. അത് എങ്ങനെ വരുന്നു? മാജിക്കലാണോ അതോ എനിക്കായിട്ട് മാത്രം തോന്നുന്നതാണോ എന്നറിയില്ല. എന്തോ ഇദ്ദേഹം ഡെലിവറി ചെയ്യുന്നതിൽ എന്തോ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, നമ്മള് ശങ്കരാടിയെ പോലെയുള്ള ഒരു അമ്മാവനെ നമ്മൾ എപ്പോഴും നമ്മുടെ ഇടയിൽ തേടാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ലൊക്കേഷന്റെ കാര്യം പറയുവാണെങ്കിൽ എനിക്ക് ഏറ്റവും അപ്പീലിംഗ് ആയിട്ട് തോന്നിയതെന്ന് പറയുന്നത് നമ്മുടെ മൂന്നാം പക്കം എന്ന് പറയുന്ന സിനിമയുടെ ലൊക്കേഷനാണ്. അത് നമ്മുടെ കന്യാകുമാരി ജില്ലക്കടുത്ത് വട്ടക്കോട്ട എന്ന് പറയുന്ന സ്ഥലമാണ് പ്രധാനമായിട്ടും മൂന്നാം പക്കത്തിന്റെ ലൊക്കേഷനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം അതില് അതിന്റെ ടുവേർഡ്സ് ദി എൻഡ് തിലകൻ കടൽ തീരത്തേക്ക് പോകുമ്പോഴത്തേക്കും കറങ്ങി നിൽക്കുന്ന ഒരു തെങ്ങ് കാണാൻ സാധിക്കും. അത് ശരിക്കും അവിടെ ഉള്ള ഒരു തെങ്ങാണ്. പക്ഷെ അത് പുള്ളി എത്ര മനോഹരമായിട്ടാണ് ആ ഒരു തിലകൻ കടന്നു പോകുന്ന ഒരു ഡെലിറിയസ് സ്റ്റേറ്റിലേക്ക് പുള്ളി അത് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളത് ആ ലൊക്കേഷനെ വളരെ നല്ല രീതിയിൽ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെല്ലാവരും ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഒരു അപ്പൻ കഥാപാത്രമാണ് പുള്ളി തിലകനിലൂടെ മൂന്നാം പക്കം വഴി കൊണ്ടുവന്നിരിക്കുന്നത്. ആ മൂന്നാം പക്കം എന്ന് പറയുന്ന സിനിമയില് നമ്മുടെ ജഗതി ചേട്ടന്റെ കഥാപാത്രം കവല. ഈ മലയാള സിനിമയ്ക്ക് മറക്കാൻ പറ്റാത്ത പല ഓട്ടങ്ങളുണ്ട്. മെമ്മറീസിൽ പൃഥ്വിരാജ് ഓടുന്ന ഒരു ഓട്ടമുണ്ട്. അതേപോലെ ഈ സിനിമയിൽ ഇദ്ദേഹം ഓടുന്ന, കവലയുടെ കഥാപാത്രം ഓടുന്ന ഒരു ഓട്ടമുണ്ട്. ഒരു കോമഡി നടൻ, അല്ലെങ്കിൽ കോമഡിയും ക്യാരക്ടർ റോൾസും ചെയ്യുന്ന ഒരു നടൻ എന്നതിനപ്പുറത്തേക്ക് അഭിനയിക്കാൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണ് ജഗതി. ആ ജഗതി എന്താണെന്ന് കാണിച്ചു തന്നിട്ടുള്ള ചുരുക്കം ചില ചിത്രങ്ങളിൽ, അല്ലെങ്കിൽ ചുരുക്കം ചില കഥാപാത്രങ്ങളിൽ ഒന്നായിരുന്നു ആ സിനിമയിലെ ലാസ്റ്റ് ആ ഒരു ഓട്ടം ഉണ്ട് അദ്ദേഹത്തിന്റെ. ഇപ്പൊ ആലോചിക്കുമ്പോ പോലും ഭീകരമാണ്. ആ സിനിമയുടെ തുടക്കത്തില് പിള്ളേരെ മുണ്ടുപൊക്കി കാണിക്കുന്ന സ്വഭാവമൊക്കെ കാണിക്കുന്ന കഥാപാത്രമാണ് ആ ഒരു രീതിയിൽ ട്രാൻസ്ഫോം ആകുന്നത്. നമുക്ക് അത്ര അത് ഫീൽ ചെയ്യുന്ന രീതിയിൽ ഈ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ടു പോകുന്ന നടന്മാരുണ്ട്. അവരെ മാറ്റി ചിന്തിക്കാൻ ആരും ധൈര്യപ്പെടാറില്ല. അത് കാണിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ഈ ടൈപ്പ് കാസ്റ്റിങ്ങിന്റെ കാര്യം പറയുമ്പോൾ ഇദ്ദേഹത്തിന്റെ പല സിനിമകളിലും ഇദ്ദേഹത്തിന് നടന്മാര് തന്നെ വേണമെന്നില്ല. ഇദ്ദേഹത്തിന്റെ ലോറി, തിരക്കഥ എഴുതിയ ലോറി എന്ന് പറയുന്ന സിനിമയില് നായകനായ അച്ഛൻ കുഞ്ഞ് കോട്ടയം പട്ടണത്തിലെ ഒരു ചുമട്ടുതൊഴിലാളിയായിരുന്നു എന്നാണ് എന്റെ അറിവ്. അപ്പോ അവിടെയും പുള്ളിക്ക് സിനിമയിൽ പരിചയമുള്ള ഒരു നായക നടൻ വേണമെന്നോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പുള്ളിക്ക് പ്രശ്നമില്ല. പുള്ളിക്ക് ആ കഥാപാത്രം ചെയ്യാനുള്ളൊരു വ്യക്തിയാണ് വേണ്ടത്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങൾക്ക് മലയാള സിനിമയിൽ അതിശക്തി പകർന്ന ഒരു സംവിധായകനാണ് പത്മരാജൻ. അത് ഒരിക്കലും മറക്കാനാവാത്ത സിനിമയാണ് ദേശാടന കിളികൾ കരയാറില്ല. അതിന്റെ ടൈറ്റിൽ മുതൽ അതില് അവതരിപ്പിച്ചിരിക്കുന്നത്, അതായത് നമ്മളൊന്ന് നോക്കുവാണെങ്കിൽ പറയാതെ പറഞ്ഞു പോകുന്നത് ലെസ്ബിയനിസം പോലെയുള്ള നവ ചിന്താഗതികളെ, അതുപോലെ തന്നെ കരിയിലക്കാറ്റ് പോലെ എനിക്ക് തോന്നുന്നു മലയാളത്തില് റിലീസ് ചെയ്യപ്പെട്ടിട്ടുള്ള മികച്ച ക്രൈം ത്രില്ലറുകളിലൊന്നാണ്. അത് അന്നത്തെ ഒരു മൾട്ടി സ്റ്റാർ ചിത്രമാണ്. കാരണം അന്ന് മോഹൻലാലും മമ്മൂട്ടിയോടൊപ്പം ഉയർന്നു നിന്നൊരു നടനാണ് റഹ്മാൻ എന്ന് പറയുന്നത്. ഈ സിനിമയില് ഇവര് 3 പേരും ഉണ്ടെങ്കിലും ഇവർ ഒന്നിച്ചു വരുന്ന സീനുകൾ കുറവാണ്. എനിക്ക് തോന്നുന്നു മമ്മൂക്കയും ലാലേട്ടനും ഒന്നിച്ചുള്ള സീനുകളെ ഈ സിനിമയിൽ ഇല്ല.
പക്ഷേ സിനിമയുടെ ത്രൂ ഔട്ട് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കാണുന്ന സിനിമയാണ്. എനിക്കൊരു സിനിമ എന്താണെന്നോ പത്മരാജൻ ആരാണെന്നോ മനസ്സിലാക്കാനുള്ള ബോധമില്ലാത്ത പ്രായത്തിൽ ഇവർ 3 പേരും ത്രൂ ഔട്ട് ഈ സിനിമയിൽ ഉണ്ടല്ലോ, ഇത്ര നന്നായിട്ട് അത് എഴുതിയിട്ടുണ്ടല്ലോ എന്ന് എന്നെ പോലെ ചെറിയ ഒരാളിനെ തോന്നിപ്പിച്ച ഒരു സിനിമയാണ് കരിയിലെ കാറ്റ് പോലെ. ശരിക്കും അദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് നീങ്ങിയതിന്റെ തുടക്കം ഈ സിനിമയാണെന്നാണ് പറയുന്നത്. ഈ ചിത്രത്തിന് ആദ്യം ഇട്ടിരുന്ന പേര് അറം എന്നാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു പേര് മാറ്റണം എന്ന് പറഞ്ഞു. പുള്ളി ഇല്ല, ഞാൻ ഇട്ടതേ ഞാൻ ഇത് ചെയ്യുമെന്ന് പറഞ്ഞു. അവസാനം പുള്ളിയുടെ അമ്മ നിർബന്ധിച്ചാണ് അറം മാറി കരിയിലെ കാറ്റ് പോലെ എന്നുള്ള പേരായത്. ഇനി അങ്ങനെ ചെയ്തുകൊണ്ടാണോ അറം പറ്റിയതാന്നൊക്കെ പറയുന്നു. 45-ാമത്തെ വയസ്സിൽ അദ്ദേഹം നമ്മളെ വിട്ടു പോയി. അറിയില്ല അങ്ങനെ വല്ല ആണോ എന്നറിയില്ല. പിന്നെ വന്ന ഞാൻ ഗന്ധർവനും ഇതുപോലത്തെ ചില ഇതുണ്ടായിരുന്നു. ഗന്ധർവന്മാരെ കുറിച്ച് സിനിമകൾ എടുക്കുന്നത് അല്ലെങ്കിൽ ഇത് ചെയ്യുന്നത് നെഗറ്റീവായിട്ട് ബാധിക്കാം എന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് സംസാരങ്ങൾ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും അതൊക്കെ വിട്ട് ഇദ്ദേഹത്തിന്റെ ക്രാഫ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് വേറൊന്നും പറയാനില്ല. അത്ര മികച്ചത് എന്നുള്ളതല്ലാതെ ഒരു മൊത്തം ഹാഫ് ബേക്ഡ് ആയി പോയി എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. പിന്നെ പുള്ളി പുരുഷന്മാരുടെ പ്രണയമാണെങ്കിലും സ്ത്രീകളുടെ പ്രണയമാണെങ്കിലും ചിലപ്പോൾ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിരിക്കും പുരുഷന്മാരുടെ പ്രണയമെന്നും സ്ത്രീകളുടെ പ്രണയമെന്ന് പറയുന്നത്. എങ്കിൽ പോലും പ്രണയമെന്ന വിഷയത്തെ അദ്ദേഹം കൈകാര്യം ചെയ്ത രീതിയാണ്. അതായത് നിരുപാധിക സ്നേഹം, അൺകണ്ടീഷണൽ ലവ് വളരെ നല്ല രീതിയിൽ സിനിമകളിൽ ഉപയോഗിച്ചൊരു വ്യക്തിയാണ്. അതിന് ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഇന്നലെ എന്ന് പറയുന്ന ഒരു ചിത്രം. ഇപ്പം അതിന്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഒരു സാധാരണ മനുഷ്യന് താങ്ങാവുന്നതിനും അപ്പുറമുള്ളൊരു ക്ലൈമാക്സ് ആണ്. ആ ലെറ്റ് ഗോ എന്ന് പറയുന്നൊരു പോർഷൻ എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപിയുടെ അഭിനയ ജീവിതത്തിലെ വലിയൊരു നാഴികക്കല്ലാണ് ഇന്നലെ എന്ന് പറയുന്ന ചിത്രം. കാണുന്നവന് വിളിച്ചു പറയാൻ തോന്നും, നിങ്ങൾ ആ കാര്യം ഒന്ന് പറ എന്ന് വിളിച്ചു പറയാം. അത്രയ്ക്ക് ഒരു നമ്മുടെ ഉള്ളിൽ ഈ മറ്റേ ഗജനി സിനിമയില് മരിക്കുന്നതിന് മുമ്പ് സഞ്ജയ് രാമസ്വാമിയാണെന്ന് അറിഞ്ഞിട്ട് മരിച്ചിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒന്ന് ഓർത്തിരുന്നെങ്കിൽ, ശോഭനയുടെ ക്യാരക്ടർ ഒന്ന് ഓർത്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇദ്ദേഹം ആ സത്യം ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് വല്ലാതെ നമ്മളെ ഹോണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു ഇതാണ്. എങ്ങനെ ഒരു മനുഷ്യൻ എങ്ങനെ പോകാൻ സാധിക്കുന്നു എന്നുള്ള ഭയങ്കര ദേഷ്യം, ഒരു തരത്തിൽ പറഞ്ഞ ഭയങ്കര ദേഷ്യം തോന്നുന്ന ഒരു ക്ലൈമാക്സ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ആ അപൂർണതയാണെന്ന് തോന്നുന്നു ആ ചിത്രത്തിന്റെ പൂർണ്ണത. അതായത് ഇപ്പം ഓപ്പൺ എൻഡഡ് ക്ലൈമാക്സ് ഒക്കെ ഇന്ത്യൻ സിനിമയിൽ ഇപ്പം വളരെയധികം ആഘോഷിക്കപ്പെടുന്ന ഒരു കഴിഞ്ഞ ദശാബ്ദങ്ങളിൽ ആഘോഷിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. ആട്ടം പോലെ. അതെ അതെ അതെ. അപ്പം ഇത് ഇപ്പൊ തൂവാനത്തുമ്പികളാണെങ്കിലും നമുക്ക് പാർക്കാൻ മുന്തിരി തോപ്പുകളാണെങ്കിലും അല്ലെങ്കിൽ ഞാൻ ഗന്ധർവനാണെങ്കിലും അവിടെ നമുക്കൊരു സംശയം തോന്നിയേക്കാം, ഇത് ഈ പെൺകുട്ടിയുടെ വെറും ഒരു ഫാന്റസി ആയിരുന്നോ അതോ ഗന്ധർവൻ നേരിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നോ എന്ന തരത്തിലുള്ള ഒരു ഓപ്പൺ എൻഡഡ് ക്ലൈമാക്സിലാണ് പുള്ളിയുടെ മിക്ക ചിത്രങ്ങളും ചെന്ന് അവസാനിക്കുന്നത്. അതുപോലെ തന്നെ പുള്ളിയുടെ ചിത്രങ്ങളിലെ സ്ത്രീകൾ അവരുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒരു 10-34 കൊല്ലങ്ങൾക്ക് മുമ്പ് അത്രത്തോളം മോഡേണൈസ് ചെയ്തായിരുന്നു പുള്ളിക്കാരന്റെ ചിത്രങ്ങളിലെ സ്ത്രീ കഥാപാത്രങ്ങളെ പുള്ളി അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് തൂവാനത്തുമ്പികളിലെ ക്ലാര. ക്ലാര കൊണ്ടുപോകുന്നത് തീർച്ചയായിട്ടും നിരുപാധികമായിട്ടുള്ള സ്നേഹമാണ്, അവളുടെ ഒരു സ്ത്രീ സ്വാതന്ത്ര്യമാണ്. ഇപ്പം 2016 നമ്മുടെ മായാനദി എന്ന് പറയുന്ന ഒരു സിനിമയില് പ്രശസ്തമായിട്ടുള്ളൊരു ഡയലോഗുണ്ട്, സെക്സ് ഇസ് നോട്ട് എ പ്രോമിസ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് ക്ലാര ചെയ്തതും അത് തന്നെയാണ്. അതായത് ജയകൃഷ്ണൻ ആഗ്രഹം ഉണ്ടായിരുന്നു അടുത്ത ദിവസം തന്നെ ക്ലാരയെ വിവാഹം കഴിക്കണമെന്ന്. അവൾക്ക് വേണമെങ്കിൽ ജയകൃഷ്ണനെ വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കാമായിരുന്നു. പക്ഷെ അവൾ അവളുടെ സ്വാതന്ത്ര്യത്തില് അവള് നടന്ന അവസാനം അതിന്റെ ക്ലൈമാക്സിലേക്ക് തന്റെ പ്രണയത്തെ തേടി വരുന്നുമുണ്ട്. അതേസമയം പാർവതിക്ക് വിട്ടുകൊടുത്തിട്ട് പോകുന്ന ഒരു തരത്തിലാണ് എന്റെ ക്ലൈമാക്സ് ചെന്നെത്തുന്നത്. അതുപോലെ പ്രണയത്തെ, അതായത് എല്ലാ പ്രായക്കാരുടെ പ്രണയത്തെ മനോഹരമായിട്ട് സ്ക്രീനിൽ കൊണ്ടുവന്ന ഒരു സംവിധായകൻ തന്നെയാണ് പത്മരാജൻ. ഇദ്ദേഹത്തിന്റെ സിനിമകൾ സംവിധാനത്തിനെ കുറിച്ചാണ് നമ്മൾ മോസ്റ്റ്ലി പറഞ്ഞത്. പക്ഷെ ഇദ്ദേഹം വരുന്നത് ആദ്യമായിട്ട് ഒരു എഴുത്തുകാരനായിട്ടും സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ടാണ് വരുന്നത്. അദ്ദേഹത്തിന്റെ തുടക്കകാലത്തെ സിനിമകളാണെങ്കിലും എനിക്ക് എപ്പോഴും എടുത്തു പറയാൻ തോന്നുന്ന ഒരു സിനിമയാണ് ഇദ്ദേഹത്തിന്റെ അവസാനത്തെ സ്ക്രിപ്റ്റ് എഴുതിയ ചിത്രം ഒരു തണുത്ത വെളുപ്പാങ്കാലം. മികച്ചൊരു ചിത്രമാണ്. അതൊരു വല്ലാത്ത കോമ്പോ. ജോഷി സാറ് സംവിധാനം ചെയ്യുന്നു, ഇദ്ദേഹത്തിന്റെ തിരക്കഥ വരുന്നു. അക്കാലത്തെ ജോഷി ഡെനീസ് ജോസഫ് കോമ്പോ പോലെ ഒരുപക്ഷെ ഇദ്ദേഹം കൂടുതൽ ജീവിച്ചിരുന്നതെങ്കിൽ ഒരുപാടധികം ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ വന്നേനെ. കാര്യം നമ്മളെല്ലാം മനസ്സിൽ എന്തെങ്കിലും ഒരു സിനിമയുടെ കഥകൾ ആലോചിക്കുന്നതാണ്.
അപ്പൊ ഞാനും ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ഇങ്ങനെ മരണമോ അതൊക്കെ കണക്ട് ചെയ്ത് സീരിയൽ കില്ലർ എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതൊക്കെ 100 കൊല്ലം മുമ്പുണ്ടായിരുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോഴും ചെയ്യുന്നത്. പക്ഷെ ഇപ്പോഴും ഈ ഇന്ത്യയിലെ പല ഇൻഡസ്ട്രിയിലും സീരിയൽ കില്ലർമാരുടെ സിനിമകൾ ഇറങ്ങുന്നുണ്ട്. 1919 അദ്ദേഹം ഈ ഒരു ചിത്രം ഇറക്കുന്നത്. സീരിയൽ കില്ലർ എന്നുള്ള ഒരു ഇതും മറ്റേ ചകിരി വെക്കുന്നതും ആ ജീപ്പും ആ ഗ്ലൗസും കാണുന്ന എൻ്റെ ചെറുപ്പത്തിലൊക്കെ അത് കാണുമ്പോൾ ആ വണ്ടി വരികയും ആ മ്യൂസിക് വരികയും ചെയ്യുമ്പോൾ പേടിച്ച് വരണ്ടു പോകുമായിരുന്നു. നമ്മളെ കൊല്ലം വരുന്ന പോലെ തോന്നുമായിരുന്നു. ആ കോംബോ മുമ്പിലേക്ക് ഇനിയും ഉണ്ടായിരുന്നെങ്കിൽ എത്രയോ മികച്ച സിനിമകൾ കാണാൻ പറ്റിയാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് പത്മരാജൻ ഫിലിം ഇൻഡസ്ട്രിയിൽ വന്നത് മലയാള സാഹിത്യ ലോകത്തിന് ഒരു വലിയ നഷ്ടമാണ്. കാരണം നമ്മൾ ഓർത്തിരിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി 70കളില് സാഹിത്യ അക്കാദമി അവാർഡ് വാങ്ങിച്ചിരുന്നു, നക്ഷത്രങ്ങളെ കാവൽ എന്ന് പറഞ്ഞ പുള്ളിയുടെ നോവലിനായിട്ട്. പിന്നെ അദ്ദേഹം ഓൾ ഇന്ത്യ റേഡിയോയില് വർക്ക് ചെയ്തിരുന്നു. അപ്പം വിവിധ മേഖലകളിൽ കയ്യൊപ്പ് പതിപ്പിച്ചിട്ടാണ് പുള്ളി സംവിധാനത്തേക്ക് വന്നത്. അതുകൊണ്ട് എല്ലാ തലമുറയും പുള്ളിയെ ആഘോഷിക്കപ്പെടുന്നു. നമ്മുടെ ഇതിന്റെ സംവിധാനത്തിലേക്ക് വന്നു എന്ന് പറയുന്ന കാര്യം പറയുമ്പോൾ ഇദ്ദേഹം സംവിധാനം ചെയ്ത് തുടങ്ങിയ പെരുവഴിയമ്പലം എന്ന സിനിമയിലാണ് നമ്മുടെ അശോകൻ എന്ന് പറയുന്ന കഥാപാത്രം അല്ലെങ്കിൽ നമ്മുടെ അശോകേട്ടൻ വരുന്നത്. ഇദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഈ പത്മരാജനും ഭരതനും ഒക്കെ മരിച്ചു പോയത് കൊണ്ടാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയത്. 100% സത്യമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ മരണത്തിന് ശേഷം ഇദ്ദേഹത്തിന് ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരു കഥാപാത്രം ഇൻ ഹരിഹർനാഥാണ്. പിന്നീട് ആ രീതിയിലുള്ള ഒരു ക്യാരക്ടർ റോളുകൾ ചെയ്യുന്ന, തമാശ റോളുകൾ ചെയ്യുന്ന ഒരാളായിട്ട് മാത്രം പുള്ളി ഒതുങ്ങിപ്പോയി. അതിന് മുമ്പിലേക്ക് നോക്കിയാൽ ഇദ്ദേഹത്തിന് കൊടുത്തിരുന്ന ചില കഥാപാത്രങ്ങളുണ്ട്. അപ്പോൾ അവർ മുമ്പിലേക്ക് ജീവിച്ചിരുന്നെങ്കിൽ, പ്രത്യേകിച്ച് ഇദ്ദേഹത്തിന്റെ ബന്ധു കൂടെയാണ് പത്മരാജൻ, അദ്ദേഹം ജീവിച്ചിരുന്നിരുന്നെങ്കിൽ മറ്റൊരു രീതിയിൽ മറ്റൊരു ലീഗിലൊരു വലിയൊരു താരമായിട്ട് മാറാൻ ചിലപ്പോൾ അദ്ദേഹത്തിന് സാധിച്ചേനെ. അദ്ദേഹത്തിന്റെ മരണം എല്ലാവർക്കും പല രീതിയിൽ നഷ്ടമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ജയറാം അപർണ എന്ന സിനിമയിൽ അദ്ദേഹത്തെ കൊണ്ടുവന്നത് നമ്മുടെ പത്മരാജനാണ്. അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് ജയറാമിന് കുറച്ച് മോശം ചിത്രങ്ങളൊക്കെ വന്ന് ഒരു തകർച്ചയുടെ ഒരു പാതയിൽ നിന്ന സമയത്ത് യാദൃശ്യമായിട്ട് പത്മരാജനെ കാണുന്ന സമയത്ത് ഇദ്ദേഹം പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, നമുക്കൊരു സിനിമ ചെയ്യാം എന്ന് പറയുന്നത്. ഇദ്ദേഹം എന്താണ് ഡൽഹിയിൽ പോകുന്ന ഒരു സ്കൂൾ മീറ്റിന് കുട്ടികളെ ആയിട്ട് പോകുന്ന സ്കൂളിന്റെ കോച്ചായിട്ട് ഇദ്ദേഹത്തിനെ വെച്ചൊരു സിനിമ എടുക്കാനുള്ള പ്ലാനായിരുന്നു. എൻ്റെ ഊഹം തെറ്റല്ലെങ്കിൽ ഇദ്ദേഹത്തിന് എന്തോ ഒരു ഇമ്പയർനെസ് ഉണ്ട്, കാഴ്ച കുറവോ അല്ലെങ്കിൽ എന്തോ ഫിസിക്കൽ ഡിസബിലിറ്റിയോ അങ്ങനെ എന്തോ ഉള്ള ഒരു കഥാപാത്രമായിരുന്നു ഈ കോച്ച്. അങ്ങനത്തെ ഒരു ഇത് ചെയ്യാം, ഞാൻ നിന്നെ തിരിച്ചു കൊണ്ടുവരാമെന്നെല്ലാം പറഞ്ഞ് വലിയ പ്രതീക്ഷയിൽ ഇരുന്നപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഞാൻ ഗന്ധർവൻ എന്ന് പറയുന്ന സിനിമയിലെ നായകൻ നിതീഷ് ഭരദ്വാജ്, അദ്ദേഹത്തിനെയും മോഹൻലാലിനെയും സഹോദരങ്ങളാക്കി ഒരു സിനിമ പ്ലാൻ ചെയ്യാനും നിതീഷ് ഭരദ്വാജ് ആ ഒരു സമയത്ത് കേരളത്തിലേക്ക് താമസം മാറാനും എല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്ന സമയത്താണ് പത്മരാജൻ പോകുന്നത്. എത്രയോ നടന്മാർക്ക്, എത്രയോ സിനിമ മോഹികൾക്ക് വലിയ നഷ്ടം. നമ്മൾ ഈ ആസ്വദിക്കുന്നവർക്കപ്പുറം സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് പോലും വലിയൊരു നഷ്ടമായിരുന്നു അദ്ദേഹത്തിന്റെ മരണം. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സഹധർമ്മിണി മുൻപ് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് രാധാമണി, അതായത് ഞാൻ ഗന്ധർവൻ ശരിക്കും കമലഹാസനെ വെച്ചായിരുന്നു ചെയ്യാനിരുന്നതെന്ന്. അത് ഒരുപക്ഷെ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അതൊരു പാൻ ഇന്ത്യൻ ചിത്രമായി മാറിയേനെ. ഇന്നും അതൊരു പാൻ ഇന്ത്യൻ ചിത്രമല്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇന്ത്യയിലെ തന്നെ പല മികച്ച സംവിധായകരും പത്മരാജന്റെ സിനിമകൾ റെഫറൻസ് ആയി ഉപയോഗിക്കാറുണ്ട്. കാരണം നമുക്ക് പാർക്കാൻ മുന്തിരി തോപ്പുകളിലെ ക്ലൈമാക്സ് ഒക്കെ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് പരുത്തി വീരനിലൊക്കെ അത്തരത്തിലുള്ള ഒരു ക്ലൈമാക്സ് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കുന്നു. അപ്പം പിന്നെ തമിഴിലെ തന്നെ പല മുഖ്യധാര സംവിധായകരും പരാമർശിച്ചിട്ടുണ്ട്. മണിരത്നം പോലും അവർക്കൊക്കെ റെഫറൻസ് എന്ന് പറയുന്നത് പത്മരാജൻ ഭരതൻ കൂട്ടുകെട്ടിന്റെ അന്നത്തെ കാലത്തുള്ള സിനിമകളായിരുന്നു. ഇപ്പം അവരുടെ കോംബോയിൽ ഉണ്ടായിട്ടുള്ള ഇപ്പൊ പാളങ്ങൾ എന്ന് പറയുന്ന ഒരു ചിത്രമുണ്ട്. അതൊക്കെ അന്നത്തെ കാലത്ത് സ്ത്രീകൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളെ മുൻനിർത്തിയായിരുന്നു അത്തരത്തിലുള്ള ചിത്രങ്ങൾ പ്രേക്ഷകരുടെ മുന്നിൽ വന്നിരുന്നത്. ഭരത് ഗോപിയുടെ നല്ലൊരു റോളുള്ള ചിത്രം. ഞാൻ ഭരത് ഗോപിയുടെ കാര്യം കള്ളൻ പവിത്രനിൽ ഇദ്ദേഹത്തിന്റെ ഒരു റോളുണ്ട്. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു മനുഷ്യനെയല്ല, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു ഐഡിയ ഉണ്ട്. ഭരത് ഗോപി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ഒരു ടഫ് മനുഷ്യൻ, ടഫ് ആയിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ളത്. കള്ളൻ പവിത്രനിലെ സീരിയസ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ കോമഡി ആകുന്ന ഒരു മാമച്ചൻ എന്നാണ് ആ കഥാപാത്രത്തിന്റെ പേരെന്നാണ് എൻ്റെ ഓർമ്മ. ആ ഒരു രീതി ഞാൻ ആദ്യം ആ സിനിമ കാണുമ്പോൾ ഞാൻ മനസ്സിൽ വെച്ച അതേ ഭരത് ഗോപി തന്നെയാണോ ഇത് എന്ന് തോന്നിപ്പോകുന്ന രീതിയിലായിരുന്നു ആ സിനിമയിൽ ഭരത് ഗോപിയുടെ ആ ഒരു പ്രകടനം എന്ന് പറയുന്നത്.
പിന്നെ അദ്ദേഹം സമൂഹത്തിലെ എല്ലാ തരത്തിലുള്ള ജനവിഭാഗങ്ങൾക്ക് കൊടുക്കുന്ന ആ ഒരു സ്പേസ്. ഇപ്പം തൂവാനത്തുമ്പികളിൽ നമ്മൾ ഒരിക്കലും മറക്കാത്തൊരു കഥാപാത്രമാണ് ബാബു നമ്പൂതിരിയുടെ ആ പിമ്പായിട്ടുള്ള വേഷം. അപ്പം തങ്ങൾ എന്ന് പറയുന്ന ആ ഒരു വേഷം. അപ്പം ഒരു പിമ്പാണ്. ഒരു പിമ്പിനെ സമൂഹം എങ്ങനെ കാണും എന്നുള്ളത് നന്നായിട്ട് അറിയാം. പക്ഷെ എങ്കിൽ പോലും ജയകൃഷ്ണൻ എന്ന് പറയുന്ന കഥാപാത്രം അവിടെ ഒരു ചേട്ടന്റെ സ്ഥാനത്താണ് തങ്ങളിനെ കാണുന്നത്. അപ്പൊ അതൊക്കെ ആ ഒരു വിവിധ തരത്തിലുള്ള കഥാപാത്രങ്ങളെ പല ഷെയ്ഡുകളിലും തിരിച്ചറിഞ്ഞ്, അതായത് ആത്യന്തികമായിട്ട് ഒരു മനുഷ്യനും ഒരു തെറ്റുകാരനല്ല എന്നുള്ള ആ പാപബോധങ്ങളൊക്കെ ഭേദിച്ചായിരുന്നു പത്മരാജൻ സിനിമകൾ എടുത്തിരുന്നത്. വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ മനുഷ്യരുടെ ഉള്ളിലെ സ്നേഹവും പത്മരാജൻ നമ്മുടെ ഇടയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇപ്പം രതി നിർവേദം അഗൈൻ പത്മരാജൻ ഭരതൻ ടീമിന്റെയാണ്. അവിടെ ഒരു 15 വയസ്സുകാരന്റെ ഒരു ഇൻഫാക്ച്വേഷൻ ആണ്. അതിൽ നിന്ന് തുടങ്ങി നമ്മൾ മൂന്നാം പക്കമാണെങ്കിൽ ഇപ്പം ആ പ്രായത്തിൽ അദ്ദേഹം മുന്നോട്ട് പോകുന്നത് തന്റെ കൊച്ചുമകനോടുള്ള ആ ഒരു സ്നേഹമാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 5 or 6 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് മൂന്നാം പക്കം കാണുന്നത്. അപ്പം അതിന്റെ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത് അന്നും നമുക്കൊരു ട്രോമാറ്റിക് ആണ്. പക്ഷെ എങ്കിൽ പോലും നമുക്കൊരു സന്തോഷമുണ്ട്. ഇതുപോലെയൊക്കെ സ്നേഹിക്കുന്ന ഒരു അപ്പൂപ്പൻ ജയറാമിന് കിട്ടിയല്ലോ എന്ന് ഓർത്ത്. തന്നെയല്ല ആ വാട്ടർ സീൻസ് ഒക്കെ പുള്ളി വളരെ നല്ല രീതിയിലാണ് ആ കടലിനെ ഒരു വില്ലനാക്കി ചിത്രീകരിക്കുന്നത്. ആ സിനിമ നമ്മൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും അവിടെ വില്ലൻ കടലാണ്. അപ്പം അത്തരത്തിലുള്ള ആ ഒരു അലിഗറിയൊക്കെ വളരെ നന്നായിട്ട് അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. ടൈറ്റിൽ തന്നെ മൂന്നാം പക്കമാണ്. കാരണം കടല് ഒരു മനുഷ്യനെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് കടൽ എന്തെടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാലും മൂന്നാം പക്കം അത് തിരിച്ച് കരയിലേക്ക് വരുമെന്ന് പറയുന്ന ആ ഒരു മൊത്തത്തിലുള്ള ആ ഒരു സിനിമയുടെ പ്ലാനിങ്, എക്സിക്യൂഷൻ, ഇതൊക്കെ എന്ന് പറയുന്നത് എനിക്ക് സംശയമുണ്ട് ഇന്നത്തെ സിനിമകളിൽ നമുക്കിത് കാണാൻ ഇത്ര പെർഫെക്റ്റ് സിനിമകൾ നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോ നേരത്തെ അഖിൽ പറഞ്ഞപ്പോഴും പറഞ്ഞിരുന്നു ആ സിനിമയുടെ ആ തെങ്ങും അതുപോലത്തെ ആ ഒരു ആംബിയൻസിന്റെ യൂസേജും ഇപ്പൊ ഈ ക്ലൈമാക്സിലെ കടലിന്റെ യൂസേജും ഉണ്ട്. ഇപ്പോഴത്തെ കാലത്ത് അത് സാധിക്കുമായിരിക്കും, പക്ഷെ ഇത്രയും ബുദ്ധിമുട്ട് കാണുകയില്ല. VFXന്റെ സഹായത്തോടെ നമുക്ക് വേണ്ട സാധനം നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ അന്ന് ഉള്ളതിനെ ആ രീതിയിൽ ഉപയോഗിക്കണമായിരുന്നു. അപ്പൊ അതിന് അദ്ദേഹത്തിന് അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചിന്തിക്കാനും അതിനെ ഉപയോഗപ്പെടുത്തിയെടുക്കാനും സാധിച്ചു എന്ന് പറയുന്നത് ആ വിഷന്റെ ഒരു ബെസ്റ്റ് എക്സിക്യൂഷൻ. എന്തായാലും 45-ാം വയസ്സിലാണ് അദ്ദേഹം നമ്മെ വിട്ട് പിരിഞ്ഞത്. എനിക്കത് പറയുമ്പോൾ ഒരു വിതുമ്പുന്നുണ്ട്. കാരണം ഇതുപോലൊരു വ്യക്തിയെ നമുക്ക് നമ്മുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്നില്ലല്ലോ. ഓർമ്മയായിട്ടാണ് അദ്ദേഹം ജീവിക്കുന്നത്. ബ്ലസി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഓർമ്മയാണ് തന്മാത്ര എന്ന് പറഞ്ഞു. ബ്ലസി എന്ന് പറയുന്ന സംവിധായകൻ ഇദ്ദേഹത്തിന്റെ അസോസിയേറ്റ് ആയിരുന്നു. അദ്ദേഹം പറയുന്നത് എനിക്ക് ഒരു അച്ഛന് തുല്യമായിരുന്നു എന്നാണ്. ഇപ്പൊ പെട്ടെന്ന് ബ്ലസിയുടെ കാര്യം പറഞ്ഞപ്പോഴും പത്മരാജന്റെ കാര്യം പറയുമ്പോൾ മറന്നു പോകാൻ പറ്റില്ലാത്ത ഒരു പേരും കൂടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ പേരും കൂടെ പറഞ്ഞ് നമുക്ക് സംസാരം ഇനി അദ്ദേഹം കണ്ണീരിലേക്കൊന്നും പോകാനാക്കാം. അപ്പോ ആ പേര് എന്ന് പറയുന്ന അദ്ദേഹം റീസെന്റ് ആയിട്ട് മരിച്ചു, ഗാന്ധിമതി ബാലൻ. തീർച്ചയായിട്ടും ഗാന്ധിമതി ബാലൻ ഒരു പ്രൊഡ്യൂസർ ആയിരുന്നെങ്കിലും അദ്ദേഹം ശരിക്കും പത്മരാജന്റെ ഒരു ഫാനായിരുന്നു. പടങ്ങളുടെ വിജയവും പരാജയവും ഒന്നുമല്ല, പത്മരാജൻ എന്ന് പറയുന്നത് ജീനിയസ് ചെയ്യുന്ന വർക്കുകളുടെ കൂടെ നിൽക്കുക, അദ്ദേഹത്തിന്റെ കൂടെ താമസിക്കുക. അദ്ദേഹം മരിക്കുമ്പോൾ ആ മുറിയിൽ ഗാന്ധിമതി ബാലനുണ്ട്. അദ്ദേഹം എണീറ്റ് പപ്പേട്ടൻ അനങ്ങുന്നില്ല എന്ന് പുറത്ത് വന്ന് പറയുകയും പുള്ളിക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് അറിയാൻ മേലാതായിപ്പോയി. കാരണം സുഹൃത്ത് അല്ലെങ്കിൽ ഒരു ഗൈഡ് അല്ലെ പുള്ളി അഡ്മയർ ചെയ്യുന്ന ഒരു വലിയൊരാൾ അദ്ദേഹത്തിന്റെ സംവിധായകൻ അങ്ങനെ എന്തൊക്കെയൊക്കെയോ ആയിരുന്നു. ഇദ്ദേഹത്തിന്റെ എൻ്റെ ഊഹം തെറ്റല്ലെങ്കിൽ ഇദ്ദേഹത്തിന് 30ാമത്തെ മരണവാർഷികം മറ്റോ ആഘോഷിക്കാൻ വേണ്ടി ഇദ്ദേഹത്തിന്റെ മകൻ ഗാന്ധിമതി ബാലനെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നാണ് പറയുന്നത്, പപ്പേട്ടന്റെ ഇതിന്റെ ചെലവ് നീ നോക്കണ്ട, ഞാൻ നോക്കിക്കോളാം എന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് പറയുന്നു. അത്രയ്ക്കും ആ ഒരു ബന്ധം ഇപ്പോ നമ്മള് മിക്ക സിനിമകളും കഴിയുമ്പോൾ പ്രൊഡ്യൂസർ ഡയറക്ടർ തമ്മിലൊരു റിഫ്റ്റ് ഉണ്ടാകുന്നത് പലപ്പോഴും കാണുന്നുണ്ട്. അങ്ങനെ ഇല്ലാത്ത നല്ല കോമ്പോസ് ഒരുപാടുണ്ട്. പക്ഷെ ഒരു സെൽഫ്ലെസ് ആയിട്ട് ഇത്രയും വലിയൊരു സ്നേഹം ഒരു ഡയറക്ടർക്ക് പ്രൊഡ്യൂസറോട് സ്നേഹം ഉണ്ടാകും, പ്രൊഡ്യൂസർക്ക് ഡയറക്ടറോട് ഇങ്ങനെ ഒരു സ്നേഹം ഉണ്ടാകുന്നത് അദ്ദേഹത്തിന്റെ പേരും പത്മരാജന്റെ കാര്യം പറയുമ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല. തൂവാനത്തുമ്പികൾ തുടങ്ങുമ്പോൾ ഗാന്ധിമതി ബാലൻ അവതരിപ്പിക്കുന്ന തൂവാനത്തുമ്പികൾ എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നമ്മൾ മറക്കില്ല. പിന്നെ കേട്ടിട്ടുള്ള അദ്ദേഹത്തിന്റെ മരണസമയത്ത് മോഹൻലാല് ആദ്യം വന്ന അദ്ദേഹത്തിന്റെ മൃതശരീരം കണ്ട വ്യക്തികളിൽ ഒന്നാണ് മോഹൻലാൽ എന്ന്. കാരണം അതേ ഹോട്ടലില് ലാലേട്ടനും താമസിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊരു സംശയമില്ലാത്തൊരു കാര്യമാണ് ഗാന്ധിമതി ബാലൻ പത്മരാജന് കൊടുത്ത പിന്തുണ. അദ്ദേഹവും നമ്മളെ വിട്ടുപോയി.
മലയാള സിനിമയുടെ ഒരു വലിയ കാലഘട്ടം നമ്മളിൽ നിന്ന് അകന്നു പോകുന്നെങ്കിലും, അതായത് ഈ തലമുറയും ഇതുപോലൊരു സ്ഥലത്തിരുന്ന് സംസാരിക്കുന്നത് 30-40 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ മനുഷ്യരെ പറ്റിയും ചിത്രങ്ങളെ പറ്റിയുമാണ്. അപ്പം കാലത്തിന്റെ ഒരു കയ്യൊപ്പാണ് ശരിക്കും പറഞ്ഞ പത്മരാജൻ, മലയാള സിനിമയുടെ രാജൻ. നമ്മളിപ്പോ ഈ 30 വർഷം കഴിഞ്ഞ് സംസാരിക്കുന്നു എന്ന് പറയുന്നു, ഇനി ഒരു 60 വർഷം കഴിഞ്ഞിട്ടും തീർച്ചയായും മറ്റാരും സംസാരിക്കട്ടെ. അതേപോലെ തന്നെ ഇന്നുള്ള താരങ്ങളും അല്ലെങ്കിൽ മേക്കേഴ്സും എല്ലാം അവരും ഇത്തരത്തിലുള്ള സിനിമകൾ ഉണ്ടാകട്ടെ. 30 വർഷം കഴിഞ്ഞ് അവരെ കുറിച്ച് സംസാരിക്കട്ടെ. എന്നും മലയാളത്തിൽ മാത്രം സിനിമ ചെയ്തൊരു വ്യക്തിയാണ്. മലയാളത്തിന്റെ യശസ് അദ്ദേഹം ഉയർത്തിയ പോലെ ഇനിയുള്ളവർക്ക് ഉയർത്താൻ പറ്റട്ടെ. അദ്ദേഹത്തിന്റെ പേര് എന്ന് നിലനിൽക്കട്ടെ. അതെ, ആനന്ദേകർഷി പറഞ്ഞല്ലോ, ലോക സിനിമയ്ക്കുള്ള ഒരു കോൺട്രിബ്യൂഷനാണ് തൂവാനത്തുമ്പികൾ. എത്രയോ മനോഹരമായിട്ടുള്ള പ്രണയ ചിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ. അപ്പോ പത്മരാജനെ നമുക്ക് വീണ്ടും ഓർക്കാം. സന്തോഷം.